പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 അക്കൗണ്ടൻസിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പ്രാക്ടിക്കൽ മീൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കഷൻ നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്ത്, റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പോൾ അത് നന്നായി പഠിച്ചേക്കണം. റൂൾസ് പഠിക്കാൻ വളരെ ഈസി അല്ലേ? പ്രോഫിറ്റ് ഷെയറിങ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ഈ 5 കേസിൽ അതിൻ്റെ പ്രൊവിഷൻസ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, രണ്ടാമത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് എങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഓക്കെ, അത് 2 കോളൊക്കെ വരച്ചിട്ട് വൃത്തിക്ക് എഴുതി വയ്ക്കുക. മിനിമം 4 പോയിന്റ്സ് വേണം. ഓക്കെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആകുമ്പോൾ 4 പോയിന്റ്സ് 2 എണ്ണത്തിലും വരത്തക്ക രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, അഡ്മിഷൻ്റെ സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുത്തേണ്ട അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അത് പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പഠിച്ചു വയ്ക്കുക. അറിയാലോ, ആദ്യം എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം, അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം എമൗണ്ട്. ഓക്കെ, അതിന് ഗുഡ് വില്ല് എന്ന് തന്നെയാണ് പറയുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അത് പഠിച്ചു വയ്ക്കണം. പിന്നെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ചേഞ്ചസ് കാണിക്കുന്ന അക്കൗണ്ടാണ് റിവാലുവേഷൻ അക്കൗണ്ട്. അതാണ് അടുത്തൊരു സ്റ്റെപ്പായിട്ട് പറയുന്നത്, അടുത്തൊരു അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ലോസസ് എക്സെട്ര. ഓക്കെ, ഇത്തരത്തിലുള്ള പിന്നെന്താ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, അത്രയൊക്കെ തന്നെയാണ് അതിൽ വരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ഫൈനൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ആ സ്റ്റെപ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്തത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷന് സമയത്ത് അതേപോലെ തന്നെ റിട്ടയർമെൻറ്റ്, ഡെത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. അതും ഇതിൽ കുറേ പോയിന്റ്സ് ഒക്കെ റിപ്പീറ്റഡ് പോയിന്റ്സ് ആണ്. അഡ്മിഷൻ സമയത്തും ഡെത്തും റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ റിപ്പീറ്റഡ് പോയിന്റ്സ് ആണ് ആദ്യം വരുന്നതൊക്കെ. അപ്പോൾ അതിൽ അഡ്മിഷൻ്റെ സമയത്ത് സാക്രിഫൈസ് റേഷ്യോ ആണെങ്കിൽ റിട്ടയർമെൻറ്റ്, ഡെത്ത് സമയത്ത് അത് ഗെയിനിങ് റേഷ്യോ ആയിട്ട് മാറും. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അയാൾ ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷേ റിട്ടയർമെൻറ്റ് സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. അവിടെയുള്ള ഗുഡ് വില്ലിൻ്റെ ഒരു പോർഷൻ ആ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ പോയിന്റ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ നോക്കി പഠിക്കുക. 9 പോയിന്റ്സോളം നമുക്ക് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, ഡിസൊല്യൂഷൻ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്, ഡിസൊല്യൂഷൻ, ഈ 3 സിറ്റുവേഷനിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുത്തേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് തിയറിയാണ് പറയുന്നത് കേട്ടോ. ഓരോ തിയറി ഓരോ പോയിന്റ്സ് എഴുതി വയ്ക്കുകയാണ് അവിടെ വേണ്ടത്. തിയറി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പ്രോബ്ലം അല്ല പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2 റൈറ്റ്സ് ഓഫ് എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2 റൈറ്റ്സ് ആണുള്ളത്. ഒന്ന് റൈറ്റ് ടു ഗെറ്റ് എന്താണ് ഷെയർ അസറ്റ്സ്, ഫേമിൻ്റെ അസറ്റ്സിൻ്റെ ഷെയർ ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ലാഭനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം കിട്ടാനുള്ള റൈറ്റ്സ്. അപ്പോൾ അങ്ങനെ 2 റൈറ്റ്സ് ആണ് പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന റൈറ്റ്സ്. അത് പഠിച്ചു വയ്ക്കണം. ആ 2ന് പുറമെ വേറെ റൈറ്റ്സ് എന്ന് എഴുതിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ 8ാമത്തെ പോയിന്റ്സ് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് തമ്മിൽ ഡിഫറൻസ്. അതും കോളൊക്കെ വരച്ചിട്ട് ഒരു മിനിമം 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈസി ആയിട്ടുള്ള 4 പോയിന്റ്സ്. ഓക്കെ, പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഏതൊക്കെ രീതിയിൽ ഒരു ഫേം അടച്ചു കൂട്ടാം. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഏതൊക്കെയാണ്.
കമ്പൽസറി ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഓക്കെ, അങ്ങനെ പല എന്താണ് മോഡ്സ് പറയുന്നുണ്ട്. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ, ന്യൂ റേഷ്യോ, ഈ 3 ഇക്വേഷൻസ്. 3 റേഷ്യോസ് കാൽക്കുലേഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ളതും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഈ 3 ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ തമ്മിൽ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ആ 2 പോയിന്റ്സ്, 2 ഡിഫറൻസ് എങ്കിലും അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇത്തരം ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ നടത്താം. ഓക്കെ, ഇനി പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ അറിയാലോ, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ആ റേഷ്യോ കൊടുത്തിട്ട് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം കേട്ടോ. പിന്നെ രണ്ടാമത്തത് ജേണൽ എൻട്രീസ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഡിസൊല്യൂഷൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രിയാണ്. അപ്പോൾ അത് റിയലൈസേഷൻ അക്കൗണ്ട്, അസറ്റ് ക്ലോസ് ചെയ്യേണ്ടത്, ലയബിലിറ്റി ക്ലോസ് ചെയ്യേണ്ടത്, റിയലൈസേഷൻ എക്സ്പെൻസ്, then അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ലോസ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അങ്ങനത്തെ എൻട്രീസ് ഒക്കെ ഉണ്ടല്ലോ ഡിസൊല്യൂഷൻ്റെ സമയത്ത്. അത് എൻട്രീസ് കാണാതെ പഠിക്കുക. ഓക്കെ, പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ആ വിഡ്രോവൽ വരുന്ന കേസസ് ഒക്കെ ഉണ്ട്. വിഡ്രോവലും എന്താണ് അഡീഷനൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. അത് നന്നായി പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതേപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അതിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചേക്കണം കേട്ടോ. പിന്നെ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ചേക്കണം കേട്ടോ. അതിൻ്റെ എഫിഷ്യൻസി സർപ്ലസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ പഠിക്കാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ. അതിൻ്റെ പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ 3 ഇത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ആയിട്ട് ഏതൊക്കെ രീതിയിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ തിയറിയും ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ഡിഫറെൻറ്റ് കേസസിൽ. ഓക്കെ, പിന്നെ അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിൻ്റെ ഫോർമാറ്റ് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 6 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്. അതെങ്കിൽ ആ ഫോർമാറ്റ് നന്നായി പഠിച്ചാൽ തന്നെ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഫോർമാറ്റ് അവിടെ എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഫോർമാറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ നോക്കുക. അതിനനുസരിച്ച് എമൗണ്ട് ഡയറക്റ്റ് ആയി പോസ്റ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ആ രീതിയിൽ ചെയ്ത് പഠിക്കാം. ഒട്ടും അറിയാത്തവരോടാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ദെൻ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാല്യൂ ഇൻക്രീസ് ഓർ ഡിക്രീസിൻ്റെ ആ ഒരു എന്താണ് ചേഞ്ചസ് ആണ്. അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ചേഞ്ചസ് ആണല്ലോ റിവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോൾ ചേഞ്ചസ് വരുമ്പോൾ ജേണൽ എൻട്രീസ് എങ്ങനെയായിരിക്കും അത് പഠിച്ചു വയ്ക്കുക. പിന്നെ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അഡ്മിഷൻ്റെ സമയത്ത് ഈ 3 അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് എങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് റിട്ടയർമെൻറ്റ് ഓർ ഡെത്തിൻ്റെ സമയത്ത് ഈ 3 അക്കൗണ്ട്സ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, അതും സെയിം തന്നെയാണ്. അഡ്മിഷൻ എങ്ങനെയാണോ റിട്ടയർമെൻറ്റ് ഏകദേശം സെയിം തന്നെയാണ് വരുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ഡിസൊല്യൂഷൻ സമയത്താണെങ്കിൽ അവിടെ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ ബാലൻസ് ഷീറ്റ് വരത്തില്ല. ബാലൻസ് ഷീറ്റ് അല്ല, പകരം എന്താണ് വരിക, അവിടെ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടാണ് വരിക. അത് തെറ്റാണ് എഴുതി വെച്ചിട്ടുള്ളത്, അത് നോക്കണം കേട്ടോ. പിന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്.
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നില്ല, പബ്ലിക് എക്സാമിന് നമുക്കത് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ 14-ാമത്തത് അഡ്മിഷൻ സമയത്ത് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജേണൽ എൻട്രി. ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോഴത് ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുള്ള ഗുഡ് വിൽ എമൗണ്ട്, പ്രീമിയം എമൗണ്ട് എന്നാണ് പറയുക, പ്രീമിയം. ആ പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രീസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസിൻ്റെ ജേണൽ എൻട്രി. അത് അഡ്മിഷൻ്റെ സമയം ആയിക്കോട്ടെ റിട്ടയർമെൻറ്റ് സമയം ആയിക്കോട്ടെ അതിൻ്റെ ജേണൽ എൻട്രി പഠിച്ചു വെക്കണം കേട്ടോ. ഇത്രയൊക്കെയാണ് അക്കൗണ്ടൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ആസ് വെൽ ആസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കുക, നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.